ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു VHS അക്കാഡമി. മൈസെൽഫ് സഹസ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. കഴിഞ്ഞ 10 കൊല്ലത്തോളമായി CA CMA ഇൻ്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ ലെവൽ അക്കൗണ്ടിങ് ഫാക്കൽറ്റിയാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഞാൻ ബിഗ് ഫോറിൽ ഓഡിറ്റിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ VHS അക്കാഡമിയിൽ നിങ്ങളുടെ CA CMA ജേർണിയിൽ ഞാനും ഭാഗമായിരിക്കും. അപ്പോൾ നമ്മുടെ CMA എക്സാംസ് ആർ അറൗണ്ട് ദി കോർണർ അല്ലേ. ഓൾമോസ്റ്റ് ഒരു മാസമേ ഉള്ളൂ, നമുക്ക് ഡിസംബറിൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫൈനൽ ലാപ്പിലായിരിക്കും, റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ CMA ഇൻ്റർമീഡിയറ്റിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പർ ഉണ്ട്, അത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. സോ നിങ്ങൾക്കറിയാം നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിലെ ഗ്രൂപ്പ് 2 പേപ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, അതിൽ ഈ പാർട്ട് എ അല്ലെങ്കിൽ സെക്ഷൻ എ ആണ് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. സോ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് 100 മാർക്സിൻ്റെ പേപ്പറാണ്. അതിൽ അക്കൗണ്ടിങ് 50 മാർക്സും ഓഡിറ്റിംഗ് 50 മാർക്സും ആണ്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറയുന്നത് ഈ 2022 സിലബസ്, അത് പ്രകാരം നമ്മുടെ 100 മാർക്സിൻ്റെ പേപ്പർ ഫോർ 3 hours കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, നിങ്ങളുടെ പേപ്പർ 10. അതിൽ അക്കൗണ്ടിങ് 50 മാർക്സ് ആൻഡ് ഓഡിറ്റിംഗ് 50 മാർക്സ്. നമ്മുടെ പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ അവെയർ ആയിരിക്കും അല്ലേ. ആദ്യത്തെ 30 മാർക്സ് MCQ ആണ്, 15 MCQ ഉണ്ടാവും 2 മാർക്കിൻ്റെ. അതിന് എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഇല്ല. ബാലൻസ് 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 5 ക്വസ്റ്റ്യൻ, 14 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ, അതാണ് നമ്മുടെ 70 മാർക്സ് വരുന്നത്. അതിൽ പക്ഷേ നമുക്ക് 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 ക്വസ്റ്റ്യൻ ചോയ്സ് ആണ്. ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലായിട്ട് മതി. അപ്പം നമ്മളിവിടെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ 2022 സിലബസിൽ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ ഓരോ മൊഡ്യൂളിലും എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, അതിൻ്റെ വെയിറ്റേജ് എവിടെയാണ്, നമ്മൾ ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഏരിയാസ് എവിടെയാണ്. അപ്പം നമുക്ക് അതിലേക്കൊന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 5 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ നമ്മുടെ ഏറ്റവും ഈസിയസ്റ്റ് മൊഡ്യൂൾ, ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂലും ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂലും നമ്മുടെ മൊഡ്യൂൾ 4 ആണ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്. അതിൽ നമ്മൾ കഴിഞ്ഞ 5 അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഫ്രം 2023 ജൂൺ ടു നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ജൂൺ 2025 നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 15-16 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് 15-16 മാർക്ക്. അപ്പോൾ ഈ മൊഡ്യൂൾ 4 നമുക്ക് ബാങ്കിങ് കമ്പനി ഉണ്ട്, ഇലക്ട്രിസിറ്റി കമ്പനി ഉണ്ട്, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അപ്പോൾ ഇതിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ റെയറായിട്ട് മാത്രമേ ഇത് ചോദിക്കുന്നുള്ളൂ. ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 മാർക്കിന് വരും. അതിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇലിസ്ട്രേഷൻ ഉണ്ട്, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അധികം എന്താണ് ചോദിക്കാറില്ല. ബട്ട് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എല്ലാ അറ്റംപ്റ്റിലും ഉണ്ട്. ബാങ്കും ഇൻഷുറൻസും, സാധാരണ ബാങ്കിൽ ഒരു ക്വസ്റ്റ്യനും ഇൻഷുറൻസിൽ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ചോദിച്ചു വരുന്ന ഏരിയ, ഒന്ന് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഓർക്കുന്നുണ്ടാവും, ബാങ്ക് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരും. അപ്പോൾ ആ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നമ്മൾ കണ്ടുപിടിക്കും, ക്ലോസിംഗ് റിബേറ്റ് അതിൻ്റെ ജേർണൽ എൻട്രി എഴുതും, ഇൻകം എമൗണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ ബാങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആണ്. പിന്നെ ബാങ്കിൽ ചോദിച്ചു വരുന്ന നമ്മുടെ NPAയുടെ പ്രൊവിഷനിങ് ആണ്, RBI നോംസ് പ്രകാരമുള്ള NPA പ്രൊവിഷൻസ് ആണ്. അതിൽ തന്നെ ECGC അല്ലെങ്കിൽ DICGC കവർ, ആ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. സോ ബാങ്ക് എല്ലാ അറ്റംപ്റ്റിലും വരാറുണ്ട്. അപ്പോൾ ഈ ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നെന്താണ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡും, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, NPA പ്രൊവിഷൻ. അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ECGC അല്ലെങ്കിൽ DICGC കവറാണ്. ബട്ട് ഇത് മാത്രമല്ല, ചിലപ്പോൾ റാൻഡമായിട്ട് മറ്റു ടോപ്പിക്കുകളും വരാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ചില അറ്റംപ്റ്റിൽ നമ്മുടെ ലോണിൻ്റെ സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോണിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. ബട്ട് മോർ ഓഫൻ ദാൻ നോട്ട് ഏതാണ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡും NPAയുടെ പ്രൊവിഷനും. അപ്പോൾ ഇലക്ട്രിസിറ്റി പറഞ്ഞു, അത്ര എന്താണ് റയറായിട്ടാണ് ചോദിക്കാറുള്ളത്. ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റലാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇൻഷുറൻസിൽ ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ട്, ഈ ഫയർ, മറൈന് അല്ലെങ്കിൽ എന്താണ് മിസ്സലേനിയസ്, ഇതിൻ്റെ ഒരു റവന്യൂ അക്കൗണ്ട് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ പോവുകയാണെങ്കിൽ ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്, സർപ്ലസ് കണ്ടുപിടിക്കുക, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. സോ ഇൻഷുറൻസ് ആണെങ്കിൽ എയ്തർ ജനറൽ ഇൻഷുറൻസിലെ റവന്യൂ അക്കൗണ്ട്
അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിലെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് അതാണ് വരുന്നത്. ആൻഡ് ബാങ്ക് ആകുമ്പോൾ എന്താ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ NPA പ്രൊവിഷൻ. സോ കൂടുതൽ അറ്റംപ്റ്റിലും എന്താണ് ഈ ബാങ്കും ഇൻഷുറൻസ് ആണ് വരുന്നത്. ബട്ട് ഹിയർ ആൻഡ് ദെയർ എന്തും വരാറുണ്ട്, ഇലക്ട്രിസിറ്റിയും വരാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈസിയസ്റ്റ് ചാപ്റ്റർ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ നമ്മൾ എക്സാമിന് ഫസ്റ്റ് നമുക്ക് ഈ ഗോ ടു അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. കാരണം മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാനും എളുപ്പമാണ്, പഠിക്കാനുള്ള ക്വാണ്ടിറ്റിയും കുറവാണ്, എന്നാൽ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ പവർ പ്ലേ, നമ്മൾ ഈ ക്രിക്കറ്റിൽ ഈ പവർ പ്ലേ എന്നൊക്കെ പറയില്ലേ, ഇനീഷ്യൽ T20 ആദ്യത്തെ 6 ഓവർ പറയുന്ന പോലെ നമ്മുടെ പവർ പ്ലേ ചാപ്റ്ററാണ് എന്ത്, ഈ ബാങ്ക്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി. പിന്നെ നമ്മുടെ എല്ലാ അറ്റംപ്റ്റിലും ഇത് ചോദിക്കാത്തൊരു അറ്റംപ്റ്റ് ഇല്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ അറ്റംപ്റ്റിലും 3rd ക്വസ്റ്റ്യൻ 14 മാർക്കിന് വരുന്നതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ്. ഡിസ്ക്രിപ്റ്റീവിൽ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആയിരിക്കും 14 മാർക്കിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി. നമ്മുടെ ഷെഡ്യൂൾ 3 പ്രകാരം P&L ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് തരും, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തരും. അതൊരു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അത് ചെയ്യാനായിട്ട് നോക്കുക. ടെക്സ്റ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഷുവർ ഷോർട്ടായിട്ട് വരും. എന്താണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് 3rd ക്വസ്റ്റ്യൻ ആണ്, 14 മാർക്സിന് വരും. ബട്ട് അതിൻ്റെ ആവറേജ് 16 മാർക്കാണ്. മേ ബി അതിൽ നിന്ന് എന്തും വരാറുണ്ട്, ഒരു 2 മാർക്സിൻ്റെ MCQ വരാറുണ്ട്. 3rd ക്വസ്റ്റ്യൻ ഓൾവേസ് ഫോർ 14 മാർക്സ്. പിന്നെ നമുക്ക് അടുത്ത മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് ആക്ടിവിറ്റി, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ അതിലെന്താണ് എല്ലാ അറ്റംപ്റ്റിലും വരാറുണ്ട്, ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബട്ട് നമ്മുടെ ആവറേജ് 9 മാർക്കാണ്. പിന്നെ ഒരു MCQയിൽ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒരു 7 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. നമുക്കൊരു 2 മാർക്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ക്യാഷ് ഫ്ലോ നമുക്ക് എന്താണ്, സ്കോറബിളാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് മൊഡ്യൂൾ 5 ഇൻഡേഴ്സ്. നമുക്ക് ഗ്രൂപ്പ് 1 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, ഗ്രൂപ്പ് 2 ഇൻഡേഴ്സ് ആണ്. 6 ഇൻഡേഴ്സാണ് ഉള്ളത് അല്ലേ. 6 ഇൻഡേഴ്സിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് 8 മാർക്ക്, ചില അറ്റംപ്റ്റ് 7 മാർക്ക്, ചില അറ്റംപ്റ്റ് 9 മാർക്കിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ 6 ASൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഇൻഡേഴ്സ് എന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിനോ മറ്റേ ചോദിക്കും. മറ്റുള്ളതാകുമ്പോൾ എന്താണ്, 2 AS ചോദിക്കും. ഇൻഡേഴ്സ് 33 ഏർണിങ്സ് പെർ ഷെയർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും 7 മാർക്കിൻ്റെ. പിന്നെ MCQയിലും വല്ലതും കൂടെ വരും. അല്ലെങ്കിൽ നമുക്ക് 2 ചെറിയ ഇൻഡേഴ്സും കൂടെ വരാറുണ്ട്. സോ 6 ഇൻഡേഴ്സേ ഉള്ളൂ, അതെല്ലാം കവർ ചെയ്യുക. അതിൽ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ, അതേപോലെ ഇൻവെൻട്രി, ഇത് രണ്ടെന്നാണ് ന്യൂമറിക്കലാണ്. പക്ഷേ ബാക്കി പ്രൊവിഷൻസ്, കണ്ടിൻജൻറ്റ് അസറ്റ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, അതേപോലെ എംപ്ലോയി ബെനിഫിറ്റ്സ്, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്, ഇതൊക്കെ തിയറി ബേസ്ഡ് സ്റ്റാൻഡേർഡാണ് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് വന്നാൽ 7-9 മാർക്കോളം വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ മൊഡ്യൂളാണ് പറഞ്ഞത്? ആദ്യം നമ്മൾ ബാങ്ക്, ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ്, ഇത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ പവർ പ്ലേ ചാപ്റ്റർ. പിന്നെ എല്ലാ അറ്റംപ്റ്റിലും വരുന്ന നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡേഴ്സ്. മൊഡ്യൂൾ 1, ഈ മൊഡ്യൂൾ 1 ആണ് കുറച്ച് ട്രിക്കി. കാരണം ഉള്ളത് ഏറ്റവും വലിയ മൊഡ്യൂൾ അതാണ്. അതിന് ഏതാണ്ടൊരു 16-17 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂൾ 1 പറയുന്ന അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നമ്മുടെ ഈ ഷെയർ ഇഷ്യൂ അല്ലേ, പ്രോറാറ്റ, ഓവർ സബ്സ്ക്രിപ്ഷൻ, ഫോർ ഫീച്ചർ, റീ ഇഷ്യൂ, ഡിബഞ്ചർ ഇഷ്യൂ, ഡിബഞ്ചർ റിഡംഷൻ, പ്രിഫറൻസ് ഷെയർസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക് ഉണ്ട്. ലൈക്ക് ഉള്ളതിലെ ഏറ്റവും വലിയ ചാപ്റ്റർ അതാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ഒക്കെ കുറവാണ്. എന്നാൽ അതേ വെയിറ്റേജാണ്. ഇതിനും 17 മാർക്ക്, ഇതിനും 16 മാർക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ കുറേയും കൂടെ എന്താണ്, സ്കോറബിൾ ആണ് നമ്മുടെ മൊഡ്യൂൾ 4. പക്ഷേ മൊഡ്യൂൾ 1 സാധാരണഗതിയിൽ ഈ 2 ടോപ്പിക്ക് ചോദിക്കും. അപ്പോൾ പ്രോബബിലി ഷെയർ ഉണ്ടാവും. ഷെയറിൻ്റെ കൂടെ ചില അറ്റംപ്റ്റിൽ ഡിബഞ്ചർ വരും. ഷെയർ ഫോർ ഫീച്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ഡിബഞ്ചർ വരും. അല്ലെങ്കിൽ ഷെയറും അണ്ടർ റൈറ്റിങ്ങും വരാറുണ്ട്. സോ ഷെയർ ഓൾവേസ് ദർ. ഷെയർ ഇഷ്യൂ, ഫോർ ഫീച്ചർ, റീഇഷ്യൂകളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈതർ ഡിബഞ്ചർ, അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ്, അല്ലെങ്കിൽ ബൈബാക്ക്, മേ ബി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും വരും. സോ ഇതാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളതും. എന്നാൽ നമ്മുടെ റിട്ടേൺ അത്രത്തോളം ഇല്ലാത്തതാണ്. ബട്ട് അത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണ്, 17 മാർക്കാണ്. ആൻഡ് അതിൻ്റെ നോളേജ് ഏതിലേക്ക് ആവശ്യമാണ്, നമ്മുടെ ഈ FSലേക്കും അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്കും വരും. സോ ഓൾദോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും അത് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള കുറേയും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഹാഫ് ദി സബ്ജക്റ്റ് അക്കൗണ്ടിങ് 5 മൊഡ്യൂളുണ്ട്. അപ്പോൾ 5 മൊഡ്യൂളിൻ്റെയും വെയിറ്റേജ് ആണ് ഉള്ളത്. സോ സ്ട്രാറ്റജിക്കായി പഠിക്കുക. സ്കോറബിളായ ചാപ്റ്റേഴ്സ് മാക്സിമം എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അതായത് ബാങ്ക്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി,
അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, FS ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ സ്കോർ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായി പഠിക്കുന്നറിയാം. ബട്ട് എപ്പോഴും ഞാൻ പറയുകയാണ്, സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മുടെ എന്താണ് ഭഗവത്ഗീത, ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുക. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് പാസ്സാവും എന്നുള്ള കാര്യം ഗ്യാരണ്ടീഡ്. അത് വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ബാക്കി കുറച്ച് ടിപ്സും കൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് 3 മണിക്കൂർ എക്സാമിൽ കൂൾ ഓഫ് ടൈം ഉണ്ടാവും 15 മിനിറ്റ്സ്. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് എല്ലാം വായിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പോൾ ഡിസൈഡ് ചെയ്യുക ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ 2 എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഏതാണ് നമ്മുടെ സ്ട്രോങ്ങർ സൈഡ് അല്ലാത്തത് അതിനെ സ്കിപ്പ് ചെയ്യുക. അത് മാത്രമല്ല ആ ടൈമിൽ തന്നെ നമ്മൾ എന്തും കൂടെ ഫിക്സ് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഓർഡർ, ഏത് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചെയ്യും, പിന്നെ ഏത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിങ്ങിൻ്റെ പിന്നീട് ഡിസിഷൻ എന്താവില്ല, പ്രശ്നം വരില്ല. അപ്പോൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ, നമുക്ക് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ ബെസ്റ്റ് ഷോട്ട് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ട്രിക്കി ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ലെങ്തിയാണ്, ടൈം എടുക്കും, നമുക്ക് അത്രത്തോളം ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവസാനം ചെയ്യുക. അത് തുടക്കത്തിൽ ചെയ്ത് കോൺഫിഡൻസും കളഞ്ഞ് സമയം കളയരുത്. സോ ഓൾവേസ് ഗോ ഫോർ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളുടെ ബെസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എടുക്കുക. സോ ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം, എന്ത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യും, ഏത് ക്വസ്റ്റ്യൻ രണ്ടാമത് ചെയ്യും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ചെയ്യാം, നമ്പർ കറക്റ്റായിട്ട് ഇടണമെന്നേ ഉള്ളൂ, അല്ലാതെ ആ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇമ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ, എക്സാമിനറെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആൻസർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, സ്റ്റഡി മെറ്റീരിയൽ ഫുൾ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക. ഇല്ലുസ്ട്രേഷൻസ് ആണെങ്കിലും ബാക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും. കാരണം മിക്കവാറും അറ്റംപ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ എടുത്തിടും. ഒന്നുകിൽ അതേ ക്വസ്റ്റ്യൻ, പേര് പോലും മാറ്റാതെ, എമൗണ്ട് പോലും മാറ്റാതെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എമൗണ്ട് ഡബിൾ ചെയ്യും, അല്ലെങ്കിൽ ഹാഫ് ചെയ്യും, ABC ലിമിറ്റഡിനെ PQR ലിമിറ്റഡ് എന്നാക്കും. അപ്പോൾ എന്താണ്, സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്താൽ തന്നെ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ ഇത്രയും കാലം പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസും വെച്ചിട്ട് പറയുകയാണ്, നമ്മൾ അത് വൃത്തിക്ക് കവർ ചെയ്താൽ തന്നെ നമ്മൾ പാസ്സാവും. ആൻഡ് നമ്മൾ പഴയ സ്കാനറും അതേപോലെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താണ് കുറച്ചും കൂടെ നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി കൂടും, നമുക്ക് കുറേയും കൂടെ എന്താണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പല ആൾക്കാരും ചെയ്യാറില്ല. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം, ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും അതും കൂടെ നിങ്ങളുടെ റിവിഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തണം. ബിഫോർ ദി ഫൈനൽ എക്സാം മോഡൽ എക്സാം എഴുതുക, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം, ഇനി 2 3 ആണെങ്കിൽ അത്രയും ബെറ്റർ. കാരണം നമ്മളൊരു മോഡൽ എക്സാം എഴുതുമ്പോഴാണ് ആദ്യത്തെ കാര്യം നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ശരിയാവും. കാരണം നമുക്കെല്ലാം അറിയായിരിക്കും, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്താണ് ആ ടൈമിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റില്ല, നമുക്ക് അറിയുന്നത് കൊണ്ട് മാത്രം പറ്റില്ല, ആ സമയത്തിനുള്ളിൽ എഴുതാനായിട്ട് പറ്റണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രസൻറ്റേഷൻ, നമുക്ക് ആൻസർ അറിയാം, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കറക്റ്റാണോ, കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പോൾ മോഡൽ എക്സാം ഒന്ന് നമ്മുടെ ടൈം ശരിയാവും, പിന്നെന്താണ് നമ്മുടെ പ്രസൻറ്റേഷൻ, ആൻസറിങ് രീതി നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്ക് ഫെമിലിയാരിറ്റി വരും. നമ്മൾ ഓൾറെഡി ആ ഒരു എക്സാം സെറ്റപ്പ് 3 മണിക്കൂർ ആ ടൈം വെച്ച് നമുക്ക് എക്സാമിൽ ആ ഒരു പുതുമ എന്താണ് നമ്മൾ കുറേയും കൂടെ കംഫർട്ട് സ്പേസിൽ വരും. അപ്പോൾ മറന്നു പോരുത്, മോഡൽ എക്സാം എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈനൽ എക്സാമിലേക്ക് പോകും. ഇനി വേറെ കുറേ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പലർക്കും ഈ ന്യൂമറിക്കൽ പേപ്പർ ആയതുകൊണ്ട് അക്കൗണ്ട്സ് ഭയങ്കര കംഫർട്ടായിരിക്കും. അക്കൗണ്ട്സ് എത്ര പഠിച്ചാലും അക്കൗണ്ട്സ് 50% വെയിറ്റേജ് ഉള്ളൂ, ബാക്കി 50% ഓഡിറ്റാണ്. അത് തിയറിയാണ് എന്ന് പറഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസ് കുറഞ്ഞ് പോകരുത്. അക്കൗണ്ട്സ് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും അത് 50 മാർക്കേ ഉള്ളൂ. ഇത് ഫുൾ പേപ്പർ അക്കൗണ്ട്സ് അല്ല, പകുതി അക്കൗണ്ട്സ് എന്താണ് നമ്മുടെ ഹാഫ് ദി പേപ്പർ മാത്രമേ ആവുന്നുള്ളൂ. അക്കൗണ്ടിങ് നമ്മുടെ ഹാഫ് ദി പേപ്പറേ ആവുന്നുള്ളൂ, ബാക്കി ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യും പറഞ്ഞാൽ അക്കൗണ്ട്സ് നിറയെ വർക്കൗട്ട് ചെയ്യും. നമ്മളെന്താ 50-57 മാർക്കിന് എഴുതിയാൽ പോരല്ലോ, ബാക്കി ഓഡിറ്റിങ്ങും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതേ അറ്റൻഷൻ കൊടുക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം, എല്ലാം നല്ല രീതിക്ക് വരട്ടെ. ഓക്കെ, വിൽ കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.